കുഞ്ഞുങ്ങളിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ബുദ്ധിമുട്ടാണ് വിരശല്യം അഥവാ വിരകടി എന്ന് പറയുന്നത്. നല്ല ബുദ്ധിമുട്ടായിരിക്കും മക്കൾക്ക്. സ്വകാര്യ ഭാഗത്തൊക്കെ നല്ല ചൊറിച്ചിലായിരിക്കും. ഒരു പബ്ലിക് സ്പേസിൽ മറ്റുള്ളവരുടെ ഇടയിൽ നിൽക്കുമ്പോഴാണെങ്കിൽ പോലും മക്കൾക്ക് ആ ഒരു കൺട്രോൾ ഉണ്ടാകത്തില്ല. നമുക്കും അതൊരു എംബാരസ്മെന്റ് ആയിരിക്കും. അതിൻ്റെ കൂടെ തന്നെ കുഞ്ഞുങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് വയറുവേദന, രാത്രിയൊക്കെ നല്ല വയറുവേദന വരിക, ഭക്ഷണം നന്നായിട്ട് കഴിക്കാണ്ടിരിക്കുക, എപ്പോഴും വയറ്റിൽ നിന്ന് പോവുക, പിന്നെ വിളർച്ച ഉണ്ടാവുക, അതുപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ വിരശല്യം ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ വിരശല്യം വരാണ്ടിരിക്കാനുള്ള ചില സിമ്പിൾ ആയിട്ടുള്ള ടിപ്സാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിൽ ഒന്നാമത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ ഹാൻഡ് വാഷ് ചെയ്യുക എന്നുള്ളതാണ്. കൈ കഴുകുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് കുഞ്ഞുങ്ങൾ പുറത്തുപോയി കളിച്ചിട്ട് വന്നാലും, ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ ആയാലും, കുഞ്ഞുങ്ങൾ ടോയ്ലറ്റിൽ പോയിട്ട് കഴിഞ്ഞിട്ടാണെങ്കിലും ഒക്കെ കുഞ്ഞുങ്ങളെ നന്നായിട്ട് കൈ കഴുകിപ്പിക്കണം. അപ്പോൾ കൈ കഴുകിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ ഇങ്ങനെ വെള്ളം വെച്ചിട്ട് കഴുകിയാൽ പോരാ. കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് സോപ്പും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ടിട്ട് ഹാൻഡ് വാഷ് യൂസ് ചെയ്തിട്ട് വേണം കൈ കഴുകിപ്പിക്കാൻ. നല്ല വിശപ്പുണ്ട്, ഒന്നും സമ്മതിക്കുന്നില്ല, ഭയങ്കര വാശി, പക്ഷെ അങ്ങനെ ഒന്നും അനുവദിച്ചിട്ട് കൊടുക്കരുത്. ഭക്ഷണം കഴിക്കുന്നതിന് മുന്നേ നിർബന്ധമായിട്ട് കൈ കഴുകിയിട്ട് വന്നാലേ ഭക്ഷണം തരുള്ളൂ എന്നുള്ളൊരു ശീലം നമ്മൾ വളർത്തിയെടുക്കണമെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾ എവറി ടൈം ഫുഡ് കഴിക്കുന്നതിന് മുന്നേ പോയിട്ട് കൈ കഴുകിയിട്ട് വരുള്ളൂ. അതുപോലെ തന്നെ ടോയ്ലറ്റിൽ പോയി കഴിഞ്ഞിട്ടുള്ളതും, ടോയ്ലറ്റിൽ പോയി കഴിയുമ്പോഴത്തേക്കും കൈ കഴുകുക എന്നൊക്കെ പറഞ്ഞാൽ മക്കൾക്ക് അറിയത്തില്ല. മക്കൾ ചിലപ്പോൾ വെറുതെ ഇങ്ങനെ ഒന്ന് ഉടച്ച് കുറച്ച് ടാപ്പിൻ്റെ ഇടയിൽ വെള്ളം കാണിച്ചിട്ട് ഇങ്ങനെ വരും. അവരോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതായത് കൈ ഇങ്ങനെയാണ് കഴുകേണ്ടത്. ഞാൻ കൈ കഴുകുന്നതിനുള്ള 6 steps ഓഫ് ഹാൻഡ് വാഷിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഇടാം. ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ നല്ല രീതിയിൽ കൈയുടെ ഇവിടെയാണെങ്കിലും പുറകുവശത്താണെങ്കിലും വിരലുകളുടെ ഇടയിലൊക്കെ ആണെങ്കിലും പിന്നെ തള്ളവിരലിൻ്റെ ഇവിടെയൊക്കെയാണ് പിന്നെ ഇവിടെയൊക്കെ ആണെങ്കിലും നല്ല രീതിയിൽ കുഞ്ഞുങ്ങളെ കാണിച്ചു കൊടുക്കണം. അപ്പം മക്കൾക്കും അതൊരു കളിയായിരിക്കും. നല്ല പ്ലേഫുൾ ആയിട്ട് തന്നെ കാണിച്ചു കൊടുക്കാം. മക്കൾക്കും അതൊരു ഇൻട്രസ്റ്റ് ആയിരിക്കും. കുഞ്ഞുങ്ങളത് പഠിക്കും. ആളുകൾ പറയില്ലേ, ചൊട്ടയിലെ ശീലം ചുടല വരെ എന്ന് പറയില്ലേ. കുഞ്ഞു കാലത്ത് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫ് ലോങ് മക്കൾക്ക് ആ ഒരു ഹൈജീൻ അവരുടെ പാർട്ടായിട്ട് നിൽക്കുകയും ചെയ്യും. ഇനി ടോയ്ലറ്റിൽ പോയിട്ട് ഹാൻഡ് വാഷ് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് വൃത്തിയുള്ള ടോയ്ലറ്റ് എന്ന് പറയുന്നത്. അത് നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ ആഴ്ചയിലെങ്കിലും എല്ലാവരും യൂസ് ചെയ്യുന്ന ചിലപ്പോൾ കോമൺ ടോയ്ലറ്റൊക്കെ ആയിരിക്കും, വീട്ടിൽ എല്ലാവരും പോകുന്ന ടോയ്ലറ്റ് ആയിരിക്കും. അപ്പോൾ ടോയ്ലറ്റ് നമ്മൾ എപ്പോഴും പൊതുവെ നമ്മൾ ക്ലീൻ ആക്കി വെക്കുക. അപ്പോൾ എപ്പോഴും നല്ല വൃത്തിയായിട്ട് ടോയ്ലറ്റ് വെക്കുക. ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ടോയ്ലറ്റ് ഹൈജീൻ കുഞ്ഞുങ്ങൾക്ക് കൊണ്ടുവരാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. അത് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമ്മളതിന് പരമാവധി നമ്മൾ ശ്രമിക്കണം. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് നമ്മൾ എപ്പോഴും ഭക്ഷണം കൊടുക്കുമ്പോഴത്തേക്കും നന്നായിട്ട് കുക്ക് ചെയ്ത ഫുഡുകൾ മാത്രമേ കൊടുക്കാവുള്ളൂ. പ്രത്യേകിച്ച് നമ്മൾ നോൺ വെജ് ഐറ്റംസ് കൊടുക്കുമ്പോഴത്തേക്കും, അതായത് ഇപ്പോൾ ചിക്കനോ അല്ലെങ്കിൽ ബീഫോ മട്ടനോ അല്ലെങ്കിൽ ഫിഷോ അല്ലെങ്കിൽ ഈവൻ മുട്ട ആണെങ്കിൽ പോലും നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് മാത്രമേ നമ്മൾ കൊടുക്കാവുള്ളൂ. ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ടേസ്റ്റി ആയിരിക്കാം, പക്ഷേ ഹാഫ് കുക്കായിട്ടുള്ള ഫുഡുകൾ നമ്മൾ പരമാവധി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുവഴി കുഞ്ഞുങ്ങളുടെ വിരശല്യം കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഈ നമ്മൾ വെജിറ്റബിൾസോ അല്ലെങ്കിൽ ഫ്രൂട്ട്സോ ഒക്കെ കട്ട് ചെയ്ത് കൊടുക്കുമ്പോഴാണെങ്കിലും അല്ലെങ്കിൽ വെജിറ്റബിൾസിൻ്റെയൊക്കെ സാലഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ നല്ല വൃത്തിയായിട്ട് അത് കഴുകണം. കാരണം പ്രത്യേകിച്ച് ഇപ്പോൾ ഗ്രീൻ ലീഫി വെജിറ്റബിൾസ് ഒക്കെ ആണെങ്കിൽ പോലും നന്നായിട്ട് വെള്ളം ഉപയോഗിച്ച് കഴുകുക. അങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിലുള്ള അണുക്കളൊക്കെ പോയി കിട്ടും. അതിനുശേഷം മാത്രം നമ്മൾ കട്ട് ചെയ്തിട്ട് സാലഡാക്കി കൊടുക്കുക, അല്ലെങ്കിൽ കട്ട് വെജിറ്റബിൾസ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആക്കിയിട്ടൊക്കെ കുഞ്ഞുങ്ങളെ കഴിപ്പിക്കുകയോ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ കുടിക്കുന്ന വെള്ളം, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളം നമ്മൾ കൊടുക്കുമ്പോഴത്തേക്കും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കൊടുക്കുക. അല്ലാണ്ട് പച്ചവെള്ളമൊന്നും കുഞ്ഞുങ്ങളെ എടുത്ത് കുടിക്കാനായിട്ട് സമ്മതിക്കരുത്. തിളപ്പിച്ചാറിയ വെള്ളം, നല്ല വൃത്തിയുള്ള വെള്ളം മാത്രം കുഞ്ഞുങ്ങൾ കുടിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തുക. ഇനി അവസാനത്തതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും പുറത്തൊക്കെ കളിച്ച് വരുമ്പോഴത്തേക്കും, അതല്ലെങ്കിൽ രാത്രി ഉറങ്ങിയൊക്കെ എണീക്കുമ്പോഴത്തേക്കും ചില മക്കൾക്കുണ്ടല്ലോ, ഇപ്പോൾ രാത്രി ഉറക്കത്തിലൊക്കെ ചിലപ്പോൾ പ്രൈവറ്റ് പാർട്സിലൊക്കെ പിടിച്ച് ചൊറിയുന്ന സ്വഭാവം ഉണ്ടാവും. അപ്പം അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്കും അവരുടെ നഖത്തിൻ്റെ ഇടയിലൊക്കെ എപ്പോഴും അഴുക്കുണ്ടാകും. നമ്മളിത് ശ്രദ്ധിക്കാണ്ട് പോകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായിട്ടും കുഞ്ഞുങ്ങളുടെ നഖം വെട്ടിയിരിക്കണം. കുഞ്ഞു മക്കൾക്കുണ്ടല്ലോ, എപ്പോഴും നഖം വെട്ടുമ്പോഴത്തേക്കും നമ്മുടെ ഫിംഗേഴ്സിനോട് ക്ലോസ് ആയിട്ട് അടുപ്പിച്ച് വെച്ചിട്ട് തന്നെ നമ്മൾ നഖം വെട്ടി നല്ല ക്ലീൻ ആക്കി വെക്കുക. അതേപോലെ തന്നെ കുഞ്ഞുങ്ങൾ പുറത്തൊക്കെ പോയി കളിച്ചിട്ടൊക്കെ വരുമ്പോൾ നമ്മൾ വൈകുന്നേരം മേലൊക്കെ കഴിയിപ്പിക്കില്ലേ, അപ്പം ആ സമയത്തുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പഴയ ബ്രഷ്, കുഞ്ഞുങ്ങളുടെ തന്നെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് വെക്കുക. എന്നിട്ട് അത് കുറച്ച് സോപ്പിൽ മുക്കിയിട്ട് കുഞ്ഞുങ്ങളുടെ നഖം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കൊടുക്കുക. നമ്മൾ അങ്ങനെ ഒരു ഹൈജീൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉള്ളിലോട്ട് ഈ അഴുക്ക് പോകുന്നത് അത്രയും കുറയും. അപ്പോൾ അതെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.